മുരാരി ബാബുവുമായി റാന്നി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് എത്തുകയാണ് അന്വേഷണ സംഘം. കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇതാ കോടതിയിലെത്തിയിരിക്കുന്നു. കോടതി വളപ്പിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ പ്രവീൺ പുരുഷോത്തമനും സംഘവും പ്രേക്ഷകർക്ക് കാട്ടിത്തരുന്നത്. മുരാരി ബാബുവുമായി പോലീസ് സംഘം റാന്നി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. മജിസ്ട്രേറ്റിനോട് കുറച്ച് സമയം കൂടി കോടതിയിൽ തുടരാൻ അഭ്യർത്ഥിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കോടതി സമയം കഴിഞ്ഞിരിക്കുന്നു. വസതിയിലല്ല, കോടതിയിൽ തന്നെ. മുരാരി പ്രതികരണമില്ല. അക്ഷോഭ്യനായി കോടതി മുറിയിലേക്ക്. അന്വേഷണ സംഘം കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുരാരി ബാബുവിനെ അങ്ങനെ റാന്നി കോടതിയിൽ അന്വേഷണ സംഘം എത്തിച്ചിരിക്കുകയാണ്. പ്രവീൺ പുരുഷോത്തമനോട് നമുക്കൊപ്പം. പ്രവീൺ പുരുഷോത്തമൻ, മുരാരി ബാബുവിനെ ഇപ്പോൾ റാന്നി കോടതിയിൽ എത്തിച്ചിരിക്കുകയാണ്. കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരുത്താനുള്ള ആവശ്യപ്പെടലായിരിക്കില്ലേ അന്വേഷണ സംഘത്തിൽ നിന്നുണ്ടാവുക? സുജയ, മുരാരി ബാബുവിനെ ഇപ്പോൾ റാന്നി കോടതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ മജിസ്ട്രേറ്റിന്റെ സമക്ഷം ഹാജരാക്കുന്നതിനായി പോലീസ് ഉദ്യോഗസ്ഥർ മുകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങിക്കൂ എന്നതായിരിക്കും ഇപ്പോൾ പോലീസ് ലക്ഷ്യമിടുന്നത്. കസ്റ്റഡി അപേക്ഷ നൽകും. സാധാരണഗതിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഇതേ കോടതിയിൽ പ്രധാന പ്രതിയെ ഹാജരാക്കിയിരുന്നു. അപ്പോൾ നാം കണ്ടതാണ്, പോലീസ് പറഞ്ഞത് പ്രകാരം തന്നെയുള്ള ദിവസങ്ങൾ കൊടുത്തിരുന്നു. സ്വാഭാവികമായും ഇന്നും കസ്റ്റഡി അപേക്ഷ. ഓക്കെ, പ്രവീൺ, റഹീസ് റഷീദ് കൂടിയുണ്ട് നമുക്കൊപ്പം. പ്രവീണും ഓടുകയായിരുന്നു. മുരാരി ബാബുവിനെ എത്തിച്ചപ്പോൾ ആ മൈക്കുമായി പ്രവീൺ ഓടുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഒന്ന് റിലാക്സ് ചെയ്തോളൂ പ്രവീൺ, ഞാൻ പ്രവീണിലേക്ക് വരാം. റഹീസ് റഷീദ്, കോടതി മുറിയിലേക്ക് മുരാരി ബാബുവിനെ എത്തിച്ചു. കോടതി മുറിക്കകത്തേക്ക് മുരാരി ബാബുവിനെ എത്തിച്ചു. നേരത്തെ നിശ്ചയിച്ചത് അനുസരിച്ച് മജിസ്ട്രേറ്റിനോട് പ്രോസിക്യൂഷൻ കോടതിയിൽ കുറച്ച് സമയം കൂടി, കോടതി സമയം കഴിഞ്ഞുള്ള കുറച്ച് സമയം കൂടി അവിടെ നിൽക്കാമോ എന്ന് റിക്വസ്റ്റ് ചെയ്തതിനു ശേഷം മജിസ്ട്രേറ്റ് RS അരുൺകുമാർ കോടതിക്കകത്ത് നിൽക്കുകയായിരുന്നു. അതിനുശേഷമാണ് കോടതിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവരുന്ന സമയത്ത് കോടതിയിൽ മറ്റു നടപടിക്രമങ്ങൾ ഉണ്ടായതുകൊണ്ട് മറ്റുള്ളവരെല്ലാം ഒഴിപ്പിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കോടതി നടപടി അവസാനിച്ച സാഹചര്യത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രമാണ് കോടതിക്കകത്ത് ഉള്ളത്. കോടതി നടപടികൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. മുകളിലേക്ക് മുരാരി ബാബുവിനെ കൊണ്ടുപോയിരുന്നു. എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചെങ്കിലും അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അറിയാനുള്ള പ്രധാനപ്പെട്ട കാര്യം മുരാരി ബാബുവിന്റെ കസ്റ്റഡി അന്വേഷണ സംഘം SIT ചോദിക്കുമോ എന്നതാണ്, അതോ റിമാൻഡിലേക്കായിരിക്കുമോ പോവുക എന്ന കാര്യമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ ചോദിച്ചിരുന്നു. 14 ദിവസം ചോദിച്ചത് കൊടുക്കുകയും ചെയ്തു. മുരാരി ബാബുവിന്റെ കാര്യത്തിൽ കസ്റ്റഡിയാണോ അതോ റിമാൻഡാണോ എന്ന് വ്യക്തമല്ല. കസ്റ്റഡിയിൽ കിട്ടി കുറെ കാര്യങ്ങളിൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും മുരാരി ബാബുവിനെ ശബരിമല സ്വർണ്ണക്കേസിൽ അറസ്റ്റ് ചെയ്തു. സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ റാന്നി കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. കോടതി നടപടികൾ അധികം നീളുമോ റഹീസ്? കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനുള്ള ആവശ്യം അംഗീകരിക്കാനല്ലേ സാധ്യത? അന്വേഷണ സംഘം കസ്റ്റഡിയാണ് ചോദിക്കുന്നതെങ്കിൽ സാധാരണഗതിയിൽ മജിസ്ട്രേറ്റ് കോടതി അനുവദിക്കാനാണ് സാധ്യത. കാരണം കഴിഞ്ഞ തവണത്തെ നടപടിക്രമങ്ങൾ വെച്ചാൽ 14 ദിവസം ചോദിച്ചു, 14 ദിവസം തന്നെ കസ്റ്റഡിയിൽ കൊടുക്കുകയും ചെയ്തു. പക്ഷേ അന്വേഷണ സംഘം എന്താണ് ചോദിക്കുന്നത് എന്ന വ്യക്തതയില്ല. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി SITയുടെ കസ്റ്റഡിയിലാണ് ഉള്ളത്. പ്രധാനപ്പെട്ട തെളിവെടുപ്പുകളെല്ലാം ബാക്കി നിൽക്കുകയാണ്. സന്നിധാനത്ത്